രക്തസാക്ഷി അഭിമന്യുവിന്റെ ആത്മാവിനെ ഒറ്റുകൊടുത്തതിന്റെ പ്രതിഫലമാണ് അബ്ദുറഹീമിന്റെ മന്ത്രിസ്ഥാനമെന്ന് യൂത്ത് ലീഗ്. വി അബ്ദുറഹ്മാൻ ജയിച്ചത് SDPI പിന്തുണയോടെയെന്നും പണം വാഗ്ദാനം ചെയ്താണ് CPIM പിന്തുണ സ്വീകരിച്ചുവെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആരോപിച്ചു. പണം നിരസിച്ച SDPI പകരം അഭിമന്യുവിന്റെ കൊലയാളികളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അഭിമന്യു കേസിൽ വിചാരണ നീളുന്നതിൽ യൂത്ത് ലീഗ് കോടതിയെ സമീപിക്കുന്നത് പരിശോധിക്കുമെന്നും PK ഫിറോസ് പറഞ്ഞു. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. എന്തൊക്കെയാണ് സിനോജ് ഈ യൂത്ത് ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ് മന്ത്രിക്കെതിരെ? ആര്യ, വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന് SDPI തന്നെ പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇക്കാര്യം നേരത്തെ തന്നെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ്, സംഘടനകൾ പറഞ്ഞതാണ്. അതിപ്പോൾ SDPI പരസ്യമായി സമ്മതിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ മന്ത്രി അതിനെ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ആ ഘട്ടത്തിലാണ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. SDPI CPM പിന്തുണ നൽകി, ആ ഘട്ടത്തിൽ അതിനൊരു പ്രതിഫലം എന്ന രീതിയിൽ അഭിമന്യുവിന്റെ കൊലപാതകൾക്ക് സഹായം ചെയ്തു കൊടുത്തെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എനിക്കൊപ്പം PK ഫിറോസ് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച എന്തെങ്കിലും തെളിവുകളുണ്ടോ? അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് SDPI വി അബ്ദുറഹ്മാൻ പിന്തുണ കൊടുക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ നൽകിയ വാഗ്ദാനം പണമായിരുന്നു. അന്ന് SDPI ആ വാഗ്ദാനം നിഷേധിച്ചു. ഞങ്ങൾക്കത് പണം ആവശ്യമില്ലെന്ന്. അപ്പോൾ എന്താണ് പകരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അഭിമന്യുവിൻ്റെ കൊലയാളികളെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ SDPIക്കകത്തുനിന്ന് പിന്നീട് ലീഗിലേക്ക് വന്ന ആളുകൾ ഞങ്ങളോട് പങ്കുവച്ചൊരു കാര്യമാണ്. പരസ്യമായി അവർ പറയാൻ അവർക്കും ജീവനിൽ ഭയമുള്ളതുകൊണ്ട് പലരും അത് പരസ്യമായി പറയാൻ തയ്യാറായില്ല. പക്ഷേ ഞങ്ങൾ ഇത് പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ചപ്പോഴാണ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ കാര്യം, 6 വർഷമായിട്ട് അഭിമന്യുവിൻ്റെ കൊലപാതക കേസിൽ ഇന്നുവരെ ഒരു വിചാരണയും ആരംഭിച്ചിട്ടില്ല. വിചാരണ ആരംഭിക്കാൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചില്ല. രണ്ടാമത്തെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിലെ 11 തെളിവുകൾ ഒരു സുപ്രഭാതത്തിൽ കോടതിയൊന്നും കാണാനില്ല. 11 കേസ് തെളിവുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ചാർജ് ഷീറ്റ്, വൂണ്ട് സർട്ടിഫിക്കറ്റ്, ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള അതിനിർണായകമായിട്ടുള്ള 11 തെളിവുകളാണ് കോടതിയിൽ നിന്ന് കാണാതായത്. കോടതിയിൽ നിന്ന് കാണാതായി എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച് സർക്കാരിനൊരു പരാതിയില്ല, പോലീസിന് പരാതിയില്ല. ഇപ്പോൾ കോടതി ഉത്തരവുകൾ ഏതെങ്കിലും നിലയ്ക്ക് എതിരായാൽ എത്രയോ സമരങ്ങൾ കോടതിക്കെതിരായി SFI യും DYFI ഒക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ജഡ്ജിമാരെ നാട് കടത്തിയ പാരമ്പര്യം DYFIക്ക് ഉണ്ട്. പക്ഷേ ഒരു പ്രതിഷേധ പ്രകടനം പോലും കോടതിയിലേക്ക് DYFIയോ SFIയോ നടത്തിയിട്ടില്ല. കേരളം ഭരിക്കുന്നത് CPM ആണ്, ആഭ്യന്തര വകുപ്പ് CPM ആണ് ഭരിക്കുന്നത്. ഇന്ന് വരെ പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതെങ്ങനെയാണ് ഈ രേഖകൾ കാണാതായത് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇത് ആവിയായി പോയില്ലല്ലോ, ഈ രേഖകളൊന്നും ആവിയായി പോയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അഭിമന്യുവിൻ്റെ കൊലയാളികളെ രക്ഷപ്പെടുത്തണമെന്ന ആവശ്യം പാർട്ടി അംഗീകരിച്ചു കൊടുത്തു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്. അത് പരസ്യമായി SDPIക്ക് വേണമെങ്കിൽ തുറന്നു പറയാമല്ലോ. കാരണം വന്ന വഴി മറക്കരുതെന്ന രീതിയിലൊക്കെ പ്രതികരണം വരുന്ന സമയത്ത് വേണമെങ്കിൽ ആ ഡീൽ എന്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ആവശ്യമുണ്ടോ യൂത്ത് ലീഗിന്? അത് പറയില്ല, ഡീല് പറയില്ല. കാരണം അത് അവർക്ക് ദോഷമായി ബാധിക്കും. ഡീൽ എന്താണെന്ന് SDPI ഒരിക്കലും തുറന്നു പറയില്ല. കാരണം ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും കൊലയാളികൾ പൂർണ്ണമായി രക്ഷപ്പെടേണ്ടതും SDPIയുടെ ആവശ്യമാണ്. അപ്പോൾ അത് പറയാൻ അവർ തയ്യാറാവില്ല. പകരമായി അവർ പറയുന്നത് അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത്, ഞങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട് എന്ന് അബ്ദുറഹ്മാനെ ഒരു പരോക്ഷമായ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് SDPIയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല അബ്ദുറഹ്മാൻ അത് തള്ളി പറയുന്നില്ല. അബ്ദുറഹ്മാൻ പറയുന്നത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെ അല്ല. ലീഗ് ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അതെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിൽ പരിഭവം വേണ്ടെന്നാണ്. അപ്പോൾ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു അംഗം പരസ്യമായി SDPIയുടെ പിന്തുണ വാങ്ങി എന്ന് സമ്മതിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ CPM നിലപാട് വ്യക്തമാക്കണം. കാരണം താനൂരിൽ വെച്ചിട്ടാണ് CPMൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത്. അവിടെ ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കട്ടെ. ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു അംഗം SDPIയുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ എന്നുള്ളത് ഈ സമ്മേളനത്തിൽ വ്യക്തമാക്കേണ്ടത്. DYFIയും SFIയും അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. പക്ഷേ അവിടെ ലീഗിനെതിരെ ഒരു ജനകീയ ചേരി കൊണ്ടുവന്നു, അങ്ങനെയാണ് മന്ത്രി പറയുന്നത്. ലീഗിനെതിരുള്ള ജനകീയ ചേരി കൊണ്ടുവന്ന് മത്സരിച്ച് ജയിച്ചു എന്നാണ് പറയുന്നത്. ആ ചേരിയിൽ SDPI ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലോ അദ്ദേഹം മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിച്ചല്ലോ. ഇപ്പോൾ റിപ്പോർട്ടറാണല്ലോ ഇന്ന് രാവിലെ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി കൊണ്ടുവന്നത്. മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കുന്നുണ്ടല്ലോ, ആ ജനകീയ കൂട്ടായ്മയിൽ SDPI ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം നിഷേധിക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം തുറന്ന് പറയുന്നില്ല SDPIയുടെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടില്ല, SDPIയുടെ വോട്ട് എനിക്ക് വേണ്ട, ഞങ്ങൾ വാങ്ങുന്ന പ്രശ്നമില്ല എന്ന്? എന്തുകൊണ്ടാണ് ഒരു നിലപാട് CPMൻ്റെ ഒരു മന്ത്രിക്ക് പറയാൻ കഴിയാത്തത്, സ്വീകരിക്കാൻ കഴിയാത്തത്? ആര്യ, ഏതായാലും മന്ത്രി മറുപടി പറയാൻ ആരോപണങ്ങളാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. ഒപ്പം CPM മറുപടി പറയേണ്ട വിഷയം കൂടിയുണ്ട്. അഭിമന്യുവിന്റെ കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഡീൽ ഉണ്ടാക്കി എന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം. വി അബ്ദുറഹ്മാൻ ജയിച്ചത് SDPI പിന്തുണയോടെയാണ് എന്നുള്ള ഗുരുതര ആരോപണമാണ് യൂത്ത് ലീഗ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.